നിർമ്മാതാവായ ശ്രീ ജി സുരേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ് കുമാർ, താരസംഘടനയിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ശ്വേതാ മേനോനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലും പരാതിയിലുമൊക്കെ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. മറുഭാഗത്ത് കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ ഇടപെടുക, അതിൽ അഭിപ്രായം പറയേണ്ട കാര്യങ്ങൾ എനിക്കില്ല. പക്ഷെ ശ്വേതക്കെതിരെ ഒരു പരാതി കൊടുത്ത് അത് കൊണ്ടുവന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ നിർമ്മിച്ച ഒരു സിനിമയിൽ കൂടെ അതിൽ പ്രതിപാദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നത്. രതി നിർവേദം എന്ന് പറഞ്ഞ സിനിമ അത് ഞാൻ നിർമ്മിച്ചതാണ് 2012. അതിന്റെ UA സർട്ടിഫിക്കറ്റ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എവിടാണ് അപ്പം ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തുന്നത് ഇവിടുത്തെ സെൻസർ ബോർഡാണ്. അല്ലാതെ വെളിയിലുള്ള ആളുകൾ അഭിപ്രായം പറയാൻ തുടങ്ങിയ ഇവിടെ ഒരു സിനിമയും റിലീസ് ചെയ്യാൻ ഒക്കില്ല. അങ്ങനെ അഭിനയിക്കുന്ന കുറച്ച് സെക്സി ആയിട്ടോ എന്തെങ്കിലും രീതിയിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീയെ അവരെ കുരിശി തറയ്ക്കുക എന്ന് പറയുന്നത് ശരിയായൊരു നടപടിയല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും അഭിനയിക്കാൻ ഒക്കില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നടന്മാരെയൊക്കെ നമ്മൾ അവർക്കെതിരെ കേസും അവരെയും ഒക്കെ ഇതേപോലെ കേസിൽ കൊടുക്കേണ്ടി വരില്ലേ? ഇപ്പം ഒരു ഹീറോ ക്ലൈമാക്സിൽ എത്ര പേരെ ഇടിച്ചു കൊല്ലുന്നു, അപ്പൊ അവർക്കെതിരെ കേസ് എടുക്കേണ്ടി വരില്ലേ? ഇത് എന്ത് നിയമമാണ്, എന്ത് കാര്യമാണ്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു സെൻസർ ബോർഡിന്റെ പരമാധികാരത്തിൽ കയറി കൈകടത്താനെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് പോലീസിന് പോലും ഇടപെടാൻ പറ്റത്തില്ല അക്കാര്യത്തിൽ. അത് FIR ഇട്ടത് തന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കോടതി പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചെയ്തായിരിക്കും അത്. അപ്പൊ എനിക്കത് അതിനെക്കുറിച്ച് ഇതിപ്പോൾ ഹൈക്കോടതി ചെല്ലുമ്പോൾ ശ്വേതയ്ക്ക് റിലീഫ് കിട്ടുമായിരിക്കും. അങ്ങനെ ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് കൈ കടത്തുന്നത്. ഒരു നല്ല പത്മരാജന്റെ പ്രസിദ്ധമായ ഒരു കഥയാണ് ഇത്, രതി നിർവേദം എന്ന് പറയുന്നത്. അന്ന് ഇതിന് 78 ഇതൊന്നും ഇങ്ങനൊന്നും പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ മുമ്പിലാണ് രതി നിർവേദം എന്ന് പറഞ്ഞൊരു പടം അന്ന് അവതരിപ്പിച്ചത്. അന്ന് ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതിനെക്കാട്ടിൽ അന്ന് A സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ എടുത്തപ്പോൾ അത് UA സർട്ടിഫിക്കറ്റായി. അപ്പം കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറണം. ചുമ്മാ ശ്വേതാ മേനോനെ അതിൻ്റെ അകത്ത് ക്രൂശിക്കുന്നതെന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. ഞങ്ങളൊപ്പം ആ കുട്ടിയുടെ ഒപ്പം ഉണ്ടാവും, അത് യാതൊരു സംശയമില്ല. എല്ലാ സപ്പോർട്ടും ആ കുട്ടിക്ക് ഉണ്ടാവും. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല. അതിൻ്റെ അകത്ത് ആരെങ്കിലും അതിനെതിരെ പറഞ്ഞാണോ ചെയ്തതാണോ എന്നൊന്നും അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ അവിടെ ഇലക്ഷൻ നടക്കട്ടെ, അവരത് പ്രൂവ് ചെയ്യട്ടെ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് അതിൻ്റെ അകത്ത് പറയാനില്ല. ആരെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. ഇത് ഇനി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും സിനിമ എടുക്കാൻ ഒക്കില്ല. താങ്ക് യു. അതെ, വളരെ നന്ദി ശ്രീ ജി സുരേഷ് കുമാർ പ്രതികരിച്ചതിന്.